പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നൽകിയൊരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ് ഇനി. അതായത് CMRL എക്സാലോജിക് മാസപ്പടി കേസ്, ആ കേസിന്റെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. പ്രത്യേകിച്ച് 2024 ഏപ്രിൽ മാസത്തിൽ ശശിധരൻ കർത്ത, അതായത് CMRLന്റെ MD നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. അതിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഈ വീണ ടിയും അതോടൊപ്പം തന്നെ CMRL കമ്പനിയും തമ്മിലുള്ള ഇടപാടുകളിലെ ക്രമക്കേട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് വീണയ്ക്കെതിരെയുള്ള കൂടുതൽ തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സാധാരണ നമുക്കറിയാം, ഒരു ഇൻവോയിസ് അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ ബിൽ സമർപ്പിക്കുമ്പോഴാണ് ആ സേവനത്തിനുള്ള പണം ലഭിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ ഇതാ CMRL അങ്ങനെ വീണയുടെ കമ്പനി ഒരു ഇൻവോയിസ് നൽകുന്നതിന് മുമ്പ് തന്നെ പണം കൈമാറി എന്നുള്ളതാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 45 ലക്ഷം രൂപ വീണയ്ക്ക് ലഭിച്ചത് മുൻകൂറായിട്ടാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഇത് ശ്രദ്ധിക്കുക, 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ്, അതായത് ചുരുങ്ങിയ മാസത്തിനുള്ളിൽ 45 ലക്ഷം രൂപ നൽകുന്ന തരത്തിലേക്കുള്ള ഒരു സേവനം. എന്ത് സേവനമാണ് എന്ന സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഈ പണം നൽകിയത് പോലും വോയിസ് അല്ലെങ്കിൽ വൗച്ചർ നൽകാതെ ആണ് എന്നത് എടുത്തു പറയേണ്ടത്. ഇൻവോയ്സ് നൽകുന്നതിന് മുമ്പ് തന്നെ ഈ പണം നൽകി എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. ഇനി ഇതാ അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നത് ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ശശിധരൻ കർത്ത തട്ടിപ്പ് നടത്തിയതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഇവിടെ പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഈ എക്സാലോജിക് എന്ന കമ്പനിയുടെ തട്ടിപ്പിലേക്ക് വന്നത് തന്നെ CMRLൽ നടന്ന കോടികളുടെ തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇവിടെ എക്സാലോജിക്കും വീണ ടിയും ഒക്കെ ഭാഗമാകുന്നത്. ഓർക്കുക, 182 കോടി രൂപയുടെ ക്രമക്കേട് 5 വർഷം കൊണ്ട് ശശിധരൻ കർത്ത നടത്തി എന്നുള്ളതാണ്. കള്ളപ്പണം വെളുപ്പിക്കലിന് 15 വർഷത്തിനിടെ 182 കോടിയുടെ തട്ടിപ്പ് നടത്തി എന്ന വിവരമാണ് വരുന്നത്. ഈ ഇടപാടുകൾക്ക് ഇൻവോയ്സ് നൽകുക, അതിനുശേഷം പണം ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് നൽകുക, പിന്നീട് ആ പണം തിരികെ വീണ്ടും തൻ്റെ കമ്പനിയിലേക്ക് തന്നെ എത്തിക്കുക, അങ്ങനെയുള്ള പണ കൈമാറ്റ രീതികൾ ആണ് നടന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമുക്ക് ഈ കേസ് എങ്ങനെയാണ് പിണറായിയിലേക്ക് കൂടുതൽ എത്തുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഡാനി പോൾ ചേരുകയാണ്. ഡാനി, എക്സാലോജിക് എന്ന കമ്പനി എന്ത് സേവനമാണ് നൽകിയത്? ഈ 2.8 കോടി രൂപയ്ക്കുള്ള എന്ത് സോഫ്റ്റ്വെയർ സേവനം? ഒരുപക്ഷെ വീണയോ അല്ലെങ്കിൽ എക്സാലോജിക്കോ ഒക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തിയതാ ഞങ്ങൾ നൽകിയ സേവനം ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹത്തിനും ആ സംശയം മാറി നിന്നേനെ. പക്ഷേ അത് ഇതുവരെയും ഉണ്ടാകുന്നില്ല. ഇപ്പോഴിതാ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് കമ്പനിയുടെ MD തന്നെ പറയുന്നു. അത് വീണയും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പണയിടപാടുകളിലും വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. ഇൻവോയ്സോ വൗച്ചറോ ഒക്കെ നൽകുന്നതിന് മുമ്പ് തന്നെ പണം നൽകുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ? തീർച്ചയായും അഭിലാഷ്, കാരണം ഇതിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ് ഈ EDയുടെ രേഖകൾ പ്രകാരം, EDയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ED അഡ്ജുഡിക്കേറ്റിംഗ് ചെയർപേഴ്സണ് നൽകിയ റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പിലാണ് ഇതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞത് 2024 ശശിധരൻ കർത്ത നൽകിയ മൊഴിയായിരുന്നു. വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, വീണയുടെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള അടുപ്പം കൊണ്ടാണ് ഈ കരാർ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. ഇന്നേക്ക് വരുമ്പോൾ ആ റിപ്പോർട്ടിന്റെ മറ്റൊരിടത്ത് പറയുന്നത് ഇൻവോയ്സ് പോലും നൽകാതെയാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷം രൂപയാണ് ഈ രീതിയിലേക്ക് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ 2016 ആ സമയത്തെല്ലാം തന്നെ ഈ വീണയുടെ കമ്പനി എന്ന് പറയുന്ന വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത, കാര്യമായ അസറ്റുകളില്ലാത്ത, നിക്ഷേപങ്ങളില്ലാത്ത ഈ ഒരു കമ്പനിയായിരുന്നു. പിന്നീടാണ് അവരുടെ ഗ്രാഫ് തന്നെ മാറുന്നത്. ഈ രീതിയിലുള്ളൊരു കരാർ വരുന്നതുകൊണ്ടാണ്. അതിൽ 2017 മുതൽ ഈ രീതിയിൽ പണം നൽകിയിരുന്നു. ഇൻവോയ്സ് പോലും നൽകാതെ ഈ പണം അവരിലേക്ക് എത്തിയിരുന്നു എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്തിനായിരുന്നു ഈ പണം നൽകിയിരുന്നത് എന്നതാണ് ഗുരുതരമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അതിന് ഏത് സേവനം നൽകി എന്നതിന് ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരമില്ല. എന്തിനു നൽകി എന്നതെങ്കിലും ഇനിയിപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കാണുക. അതാണ്, അതായത് ഡാനി സൂചിപ്പിക്കുന്ന പോലെ, ഒന്ന്, എക്സാലോജിക് എന്ന സ്ഥാപനം തന്നെ വലിയ ബാധ്യതയിൽ, ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ നഷ്ടത്തിലാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻകിട കമ്പനികളുടെ ഒന്നും ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏറ്റെടുത്ത് നടത്തിയതായും അറിയില്ല. ഇനിയിപ്പോൾ പറയുന്നത് തെറ്റാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. എന്തായാലും സാധാരണ ഒരു സോഫ്റ്റ്വെയർ സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനം, അത് സർവീസ് നടത്തി ആ സർവീസിൽ
ആ സ്ഥാപനത്തിന് തൃപ്തി ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കുമല്ലോ ഈ സർവീസ് നടത്തിയ കമ്പനികൾക്ക് സാധാരണ പണം കൈമാറുക. ഇവിടെ ഇതാ ഒരു മുൻകൂർ അഡ്വാൻസ് എന്നോ ഒക്കെ ഉള്ള നിലയിലോ ഒരു എഗ്രിമെൻ്റ് എന്ന നിലയിലോ ഒക്കെ ഒരു ചെറിയ തുക കൈമാറാം. പക്ഷേ ഒരു സേവനവും നടത്താതെ, ഇൻവോയ്സ് നൽകാതെ, ബിൽ നൽകാതെ 45 ലക്ഷം രൂപ അതും 2017 ചുരുങ്ങിയ മാസത്തിനുള്ളിൽ നൽകുന്നു എന്നതാണ്. തീർച്ചയായും അഭിലാഷ്, കാരണം അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യമുയരുന്ന ഒരിടം അവിടെയാണ്. എന്തിന് ഈ പണം നൽകി എന്നതാണ്. ഈ ഒരു പ്രത്യേക കാലയളവിലാണ് ഈ തുക നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകേണ്ടതാണ്. അവിടെയാണ് വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് നൽകിയതെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ശശിധരൻ കർത്തയുടെ മൊഴി ചേർത്ത് വായിക്കുന്നത് അവിടെയാണ്. താൻ ഈ കമ്പനിയെ കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ വീണാറ്റിയെ കണ്ടുകൊണ്ടല്ല, പിണറായി വിജയനുമായുള്ള അടുപ്പം കൊണ്ടാണ് താൻ ഈ ഒരു കരാറിലേക്ക് വരുന്നത് എന്ന് പറയുന്നതിന്റെ ഈ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ഒരിടം എന്ന് പറയുന്നത് ഈ പണം നൽകിയ കാലയളവും ഈ മൊഴിയും എല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമെന്നല്ല, അതിനിർണായകമായ കാര്യങ്ങൾ തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 3 തവണയോളം വീണയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് അതിൽ തന്നെ കാര്യമായ സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് വീണ തന്നെ സമ്മതിക്കുന്നു എന്ന് തന്നെ എല്ലാം തന്നെ പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതീവ ഗൗരവതരം തന്നെയാണ്. ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ അത് പിണറായിലേക്ക് എത്തുമോ എന്നതാണ് ഏവരും. തീർച്ചയായും, അതായത് വളരെ പ്രധാനപ്പെട്ട തെളിവുകളും രേഖകളും ഉൾപ്പെടെ ഇഡിക്ക് നേരത്തെ തന്നെ സമ്പാദിക്കാൻ സാധിച്ചിരുന്നു എന്നതിന്റെ വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ അന്വേഷണം പിണറായിയിലേക്ക് എത്തുന്നോ എന്ന സംശയം കൂടി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തനിക്ക് മുഖ്യമന്ത്രിയുമായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പിണറായി വിജയനുമായുള്ള അടുപ്പം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ നൽകിയത് എന്ന് ആണ് ശശിധരൻ കർത്ത മൊഴി നൽകിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപ്രകാരം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ പിണറായി വിജയനെ തന്നെ ED ചോദ്യം ചെയ്തേക്കാം. അത് സംബന്ധിച്ച് EDയുടെ തീരുമാനം ഉടനെ ഉണ്ടായേക്കാം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒന്ന്, എക്സാലോജിക് എന്ന വീണയുടെ കമ്പനി ഒരു തരത്തിലുമുള്ള സേവനം നൽകിയിട്ടില്ല. അപ്പോൾ പോലും 2.8 കോടി രൂപ 2,80,00,000 രൂപ വീണയുടെ കമ്പനിക്ക് നൽകി, ഒരു സേവനവും നൽകാതെ. ഈ സേവന ഉടമ്പടിയിലേക്ക് പോയത് അത് പിണറായി വിജയനുമായുള്ള പരിചയം കൊണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇതാ ഈ 2017 കാലഘട്ടത്തിൽ ആണ് ഈ 45 ലക്ഷം രൂപ വൗച്ചർ പോലും ഇല്ലാതെ, ഇൻവോയ്സ് ഇല്ലാതെയൊക്കെ നൽകിയിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ ഇതാ അവിടെയും മനസ്സിലാക്കേണ്ടത് എന്താണ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ഈ പണമിടപാടുകൾ നടന്നിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക്, അല്ലെങ്കിൽ പിണറായി വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്തുമോ എന്നത് സംബന്ധിച്ച് സംശയങ്ങൾ ഉയരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെച്ച് നമുക്ക് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നൽകിയ ഒരു പ്രതികരണമാണ്. ഈ എക്സാലോജിക്ക് സേവനമൊന്നും നൽകിയിട്ടില്ല എന്നതാണല്ലോ ശശിധരൻ കർത്തയുടെ മൊഴി എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറുപടി എന്നത് തന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് പിണറായിയിലേക്ക് എത്തിക്കാൻ എന്നത് സാങ്കേതികമായി ശരിയല്ല. പിണറായിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് പിണറായി പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്, തന്നിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഡാനി ഇതിൽ കൗതുകകരമാകുന്ന ഒന്ന്. ഈ വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത് എങ്കിലും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ സമയങ്ങളിലൊന്നും ശശിധരൻ കർത്ത നൽകിയൊരു മൊഴിയല്ല ഇത്. 2024 ഏപ്രിൽ മാസത്തിൽ EDക്ക് നൽകിയ മൊഴിയാണ്. അങ്ങനെയെങ്കിൽ ഡാനി, എപ്പോഴും ഈ CPM-ഉം പിണറായി വിജയനും ഒക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നത് EDയെ ടൂളാക്കി മാറ്റുന്നു, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ മൊഴി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അങ്ങനെയെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാർത്ത ചോരുകയോ പുറത്തു വരികയോ ചെയ്താൽ അത് ആയുധമാക്കാമായിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. എപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ, അതായത് വീണാട്ടി താമസിക്കുന്ന ഇടത്ത് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് CPM-ന്റെ പ്രവർത്തകർ വലിയ തോതിൽ വിദ്വേഷത്തോടു കൂടി എത്തിയത്, അവിടെ പ്രതിഷേധമുണ്ടായത്, വാഹനങ്ങൾ അടിച്ചു തകർത്തത്, പിണറായിയിലേക്ക് എത്തിക്കാൻ ശ്രമമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ആളുകൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. പക്ഷേ എത്രയോ മുമ്പ് തന്നെ EDക്ക് ഈ വിവരം ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
അഭിലാഷ്, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന ഒരു കാര്യം ഇ ഡി ഒരു ടൂളാകുന്നു, അല്ലെങ്കിൽ ഇ ഡി മറ്റ് ആരെങ്കിലും ഒരു ചട്ടകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് അത് CPM-നെതിരെ പിണറായി വിജയനെതിരെ തിരിയുന്നു എന്നതെല്ലാം തന്നെയാണ്. ഇതിൽ അഭിലാഷ് സൂചിപ്പിച്ചൊരു കാര്യം വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ്. കാരണം വളരെ രാഷ്ട്രീയപരമായ അതിസങ്കീർണതകളിലൂടെ കേരളം കടന്നുപോയ സമയങ്ങളായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ വരുമ്പോൾ ആ ഘട്ടത്തിലൊന്നും തന്നെ ഇത്തരം റിപ്പോർട്ടോ കാര്യങ്ങളോ അതൊന്നും തന്നെ പുറത്തേക്ക് വരികയോ വലിയ രീതിയിൽ ചർച്ചയാകുകയോ എല്ലാം തന്നെ ചെയ്തില്ല. അപ്പോഴും ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെ നിലനിൽക്കുക തന്നെയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഈ പുറത്തു വരുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് ചെയർപേഴ്സൺ സമർപ്പിച്ച റിപ്പോർട്ടിലെ വസ്തുതകളാണ്. ഇപ്പോൾ അവരെ വളരെ ആധികാരികമായി അവരുടെ ജോലിയുടെ ഭാഗമായി നിയമപരമായി അവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിലെ വസ്തുതകൾ ഇപ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. 2024 തന്നെ നൽകിയ മൊഴി അതിന്റെ വിശദാംശങ്ങളാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് അവർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്. അവർ വീണയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത കാര്യം, മറ്റ് CMRന്റെ 28ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ മൊഴികളിലെല്ലാം തന്നെ പറയുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ മറ്റ് അതിന്റെ വിശദാംശങ്ങൾ, അതിനനുബന്ധമായിട്ട് തന്നെയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ ഒരു ആയുധം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ എത്ര കണ്ട ഈ ഒരു പ്രതിരോധം ഉന്നയിക്കാൻ കഴിയുമെന്നതാണ്. കാരണം അത് ദുർബലമാകുന്ന രീതിയിലേക്കെല്ലാം വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ അതങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണിത് പുറത്തേക്ക് വരികയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് ഇത് ഒരു ടൂളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എല്ലാം തന്നെ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ആരൊക്കെയാണ് ചോദ്യങ്ങളുടെ മുൻപിലേക്ക് വരിക എന്നതെല്ലാം വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. അതുമാത്രവുമല്ല, ഇനി വീണയെ വിളിക്കുമ്പോൾ വീണയെ ചോദ്യം ചെയ്യാനായിട്ട് ഇനിയും സ്വാഭാവികമായും തന്നെ വിളിപ്പിക്കാം. കാരണം ഈ മൊഴികളും കാര്യങ്ങളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത നിർണായകമായ ചോദ്യം ചെയ്യലിലേക്കെല്ലാം തന്നെയാണ് ED കടന്നു പോകുന്നത്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിന്റെ ഒരു പരിസമാപ്തി എന്താകുമെന്നതാണ് ഇനിയെല്ലാം അറിയേണ്ടത്. അത് മറ്റ് നടപടികളിലേക്ക് നീങ്ങുമോ, കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക്, കൂടുതൽ ഉന്നതരിലേക്ക് നീങ്ങുമോ എന്നതെല്ലാം തന്നെ ഇനിയുള്ള EDയുടെ നടപടികൾ വളരെ ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെയാണ് CMRൽ ഈ കമ്പനി തന്നെ ഒരു ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ 182 കോടിയോളം രൂപയാണ് അവരുടെ നിയമപരമല്ലാത്ത രീതികളിലൂടെ വെളുപ്പിച്ചെടുത്തു എന്നതെല്ലാം തന്നെ ED തന്നെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലേക്കെല്ലാം തരുന്നത്. അപ്പോൾ ഈ CMRൽ എക്സാലോജിക്ക് ഇടപാട് ഒരു ചെറിയ കാര്യമല്ല എന്നെങ്കിലും കുറഞ്ഞപക്ഷം സമ്മതിച്ചു പോകേണ്ട അവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ വരികയാണ്. അഭിലാഷ്. യെസ്, തീർച്ചയായും. അതായത് EDയുടെ രാഷ്ട്രീയവും പിണറായി വിജയന്റെ മകൾ എന്ന നിലയിലുള്ള വീണ ടിയുടെ പ്രവർത്തനങ്ങളുമാണ് പ്രധാനമായും വാർത്തകളിൽ നിറയുന്നത്. പക്ഷേ പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഉള്ളത് CMRL എന്ന കമ്പനി 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ആ തട്ടിപ്പിന് ആരൊക്കെ ഭാഗമായി? അതിലൊരു കൗതുകകരമാകുന്ന കാര്യം, CMRLന്റെ ഒരു വൗച്ചർ അല്ലെങ്കിൽ വ്യാജ ചെലവ് ആയി കാണിച്ചിട്ടുള്ളത് ചെളി നീക്കം ചെയ്യുന്നതിന് 130 കോടി രൂപയുടെ ചെലവ് എന്നുള്ളതാണ്. അങ്ങനെ പല കമ്പനികൾക്ക് ഈ പണം നൽകുന്നു. ആ കമ്പനികൾ ഒരു ചെറിയ കമ്മീഷൻ കൈപ്പറ്റിയ ശേഷം വീണ്ടും CMRLന് തന്നെ ഈ പണം തിരികെ നൽകുന്നു. ഇങ്ങനെയുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കമ്പനികളുടെ ഗണത്തിൽ ഈ വീണ ടിയുടെ കമ്പനിയും വന്നു എന്നതുകൊണ്ടാണ് ഇത് വലിയ തോതിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനപ്പുറത്ത് EDയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാത്രമല്ല മുന്നിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിവേഗം സിനിമാ സ്റ്റൈലിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്തത്. മാത്രമല്ല, ഇത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസുകൾ ആണ്. അത് തെളിയിക്കുക എന്നത് അങ്ങേയറ്റം വലിയ ഹിമാലയൻ ടാസ്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അതത്ര എളുപ്പമൊന്നും ഉള്ള കാര്യവുമല്ല. എന്തായാലും 2024 തന്നെ പിണറായി വിജയനുമായുള്ള അടുപ്പത്തെ തുടർന്നാണ് എക്സാലോജിക് എന്ന കമ്പനിക്ക് കരാർ നൽകിയത് എന്നൊരു മൊഴി നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതാകട്ടെ വീണ ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ആണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നത് എന്നതാണ്. എന്തായാലും തുടർച്ച എന്ന നിലയിൽ ഇനി പിണറായി വിജയനിലേക്ക് എത്തുന്നോ, പിണറായി വിജയനെ ചോദ്യം ചെയ്യുമോ, അതൊക്കെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.